എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഹണി റോസ് ആണെങ്കിലും ശരി, നമ്മുടെ ബോച്ചയാണെങ്കിലും ശരി, രണ്ടാളും അവരെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയുന്ന നല്ല മാർക്കറ്റിംഗ് ബ്രില്യൻസ് ഉള്ള രണ്ട് വ്യക്തികളാണ്. ഇക്കാലം അത്രയും ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. അതായത് അവരുടെ പല വീഡിയോസിലൂടെയും നമ്മൾ കാണുമ്പോൾ അവർ ഇവ ബോച്ചയാണെങ്കിൽ ദ്വയാർത്ഥമുള്ള വാക്കുകൾ സംസാരിക്കും. ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹണി റോസിന്റെ ഇനോഗ്രേഷനൊക്കെ പോകുന്ന സമയത്ത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഹണി റോസിന്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആളുകൾ വളരെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹണി റോസിനെ നമ്മൾ ശരിക്കും ഹണി റോസിന്റെ അഭിനയ പാഠവം കണ്ടിട്ടൊന്നുമല്ല പല ആൾക്കാരും ഇനോഗ്രേഷൻ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നടിമാരുണ്ടല്ലോ. അപ്പോൾ ഹണി റോസിന് പ്രയോറിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹണി റോസ് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടുന്നുണ്ടാകാം അല്ലേ. അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയായ ആൾക്കാരൊക്കെ ഈ ഹണി റോസിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഹണി റോസിനെ മാർക്കറ്റ് ചെയ്യാൻ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഹണി റോസ് അതിൻ്റെതായ രീതിയിലാണ് വരുന്നത്. ആളുകൾ കൂടണം എന്നാലല്ലേ ഒരു സെലിബ്രിറ്റിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് വന്നു പോകുന്നത്. അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും പോകുന്ന ആൾക്കാരും ഉണ്ടാവാം. നമ്മുടെ ബോച്ചയാണെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ഇതുപോലെ ഏതെങ്കിലും വീഡിയോന് മുമ്പിൽ വരുമ്പോൾ മാക്സിമം ഡബിൾ മീനിങ് വരുന്ന വാക്കുകൾ സംസാരിക്കും. അതിലൂടെ അത് പബ്ലിസിറ്റി കൊടുക്കും. ബോച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോച്ചെ പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ നമുക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. ആ സമയങ്ങളിൽ സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അതുപോലെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ്, മറഡോണ, അതുപോലെ ഒരുപാട് വലിയ വലിയ ആൾക്കാരാണ് ജ്വല്ലറീസ് ഉദ്ഘാടനം ചെയ്യാൻ വരാറ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ബോച്ച തന്നെ മതി ആ ഒരു രീതിയിലായി. കാരണം ബോച്ച തന്നെ വന്നു കഴിഞ്ഞാൽ, ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾ കൂടുന്ന രീതിയിലായി. അത് ബോച്ചയുടെ ആ ബ്രില്യൻസ് ആണ്. ബോച്ച സോഷ്യൽ മീഡിയയിൽ ആദ്യകാലത്തുള്ള ആ ഒരു മെച്യൂർഡ് ലൈഫ് അല്ല കാണിച്ചത്, കോപ്രായം തന്നെയാണ് കാണിച്ചത്. കോപ്രായം കാണിക്കുമ്പോഴാണ് ആളുകൾ കൂടൂ എന്ന് ബോച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ സിനിമ റിവ്യൂസ് പറയുന്ന ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര, ഇവരൊക്കെ റിവ്യൂ കണ്ടിട്ടാണോ സത്യത്തിൽ നിങ്ങൾ സിനിമക്ക് പോകുന്നത്? എന്നാലും നമ്മൾ അവരുടെ റിവ്യൂസ് കാണുന്നു. എന്താണ് സംഭവം? ആ ഒരു കോപ്രായത്തിലൂടെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മളെപ്പോലുള്ള പല മലയാളികളും അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇവരൊക്കെ നല്ല മാർക്കറ്റിംഗ് ബ്രില്യൻസുള്ള ആളുകളാണ്. സന്തോഷ് പണ്ഡിറ്റിനെ തന്നെ പണ്ട് എത്ര ആൾക്കാർ തെറി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല മീഡിയകളിലും, സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് ഒരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ചാരിറ്റി അങ്ങനെ പല നല്ല നല്ല സംഭവങ്ങളിലേക്ക് വന്നപ്പോൾ പഴയ സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നു പലരും. ഇപ്പൊ അയാൾ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തന്നെയാണ് ഈ മാർക്കറ്റിംഗ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതും ഒരു പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനം വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ മാത്രമാണ് ആ ഉടമകൾ നാട്ടുകാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് ഏത് വഴിയും സ്വീകരിക്കാൻ എല്ലാ സ്ഥാപനത്തിന്റെ ഉടമകളും തയ്യാറാണ്. അതിനാണ് ഇതുപോലെയുള്ള ആളുകളെ എല്ലാം വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നത്. അതൊരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇപ്പം ഹണി റോസിന്റെ കാര്യം തന്നെ എടുക്കാം. ഹണി റോസിനെ ബോച്ച ഇങ്ങനെ പറഞ്ഞത് കൊണ്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ഭീകരമായ പല കേസ്